ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും കയ്പില്ലാതെ അധികം നാൾ നമ്മൾ അച്ചാറിട്ടതിന് ശേഷം സൂക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി. അച്ചാറിടാനായിട്ട് ഞാനൊരു 20 ചെറുനാരങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അച്ചാറിടാനായിട്ടുള്ള ചെറുനാരങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ ഒരു പാത്രം എടുത്തു വെക്കുക. അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചെറുനാരങ്ങ മുങ്ങിക്കെടുക്കുന്ന പരുവത്തിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ആ ചെറുനാരങ്ങ ഫുള്ളായിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്നില്ലെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരു ഇത്തിരി നല്ലെണ്ണയിൽ ചെറുനാരങ്ങ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കതിൻ്റെ എണ്ണ തുടച്ചതിന് ശേഷം അച്ചാറിടാനായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ആവി കയറ്റിയിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. അതിൽ പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ട അച്ചാറാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം അച്ചാറിടുന്നതാണ് നല്ലത്. അപ്പോൾ ദേ നമ്മൾ ഈ ചെറുനാരങ്ങയൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മുതൽ ഒരു 5 മിനിറ്റ് വരെ നമ്മളിത് തിളപ്പിച്ചാൽ മതി. ചെറുനാരങ്ങ അധികം തിളപ്പിച്ചാൽ പൊട്ടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഈ ചെറുനാരങ്ങ നമുക്ക് ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനൊരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ വെച്ചിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഈ ചെറുനാരങ്ങ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. ചെറുനാരങ്ങ പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാവും. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി അത് നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ചി ആയിട്ടുണ്ടാവും കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ 2 ആക്കിയിട്ടോ 4 ആക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 ആക്കിയിട്ടാണ് ചെറുനാരങ്ങ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുപ്പാണ് നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. നാരങ്ങാച്ചാറായതുകൊണ്ട് ഞാനൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് കേട്ടോ. നല്ലെണ്ണ അല്ലെങ്കിൽ ചിലർ കടുകെണ്ണ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ നാരങ്ങാച്ചാറിനൊക്കെ എന്തായാലും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉള്ളവരാണ് കടുകെണ്ണ ഉപയോഗിച്ചിട്ട് അച്ചാറിടുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഉലുവപ്പൊടി പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അളവ് പറയുകയാണെങ്കിൽ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു 3 കുടം വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. ഇഞ്ചി ഒരു 3 ടേബിൾ സ്പൂൺ ഈ 20 ചെറുനാരങ്ങയ്ക്ക് ഇനഫായിരിക്കും കേട്ടോ. ഇനി ഇത് രണ്ടും നന്നായിട്ട് വാടി വരട്ടെ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പതഞ്ഞു വരുന്നത് നമ്മൾ ഈ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വേറെ കറികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചെണ്ണയുടെ അംശം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ നല്ലെണ്ണയും ആ ചെറുതായിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയുടെ അംശം കൂടി മിക്സ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പതഞ്ഞു നിൽക്കുന്നത്. നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയാൽ നമുക്കതിലേക്ക് പച്ചമുളക് ഒരു 3 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി എടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ വേഗം കേടായിട്ട് പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയൊന്നും ഇടരുത്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്തിട്ടുള്ളതെല്ലാം നന്നായി മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉലുവ പൊടിയും അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടക്കായമാണ് ശരിക്കും അച്ചാറിലേക്ക് നല്ലത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കട്ടക്കായമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായത്തിൻ്റെ പീസ് എടുത്തിട്ട് ആദ്യം എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് പൊടിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കട്ടക്കായ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പൊടിക്കായം ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും
ഒരു 3/4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണം മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ടേസ്റ്റ് എല്ലാം ചെറുനാരങ്ങയിലേക്കൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ 2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നമ്മുടെ ചെറുനാരങ്ങ ഒക്കെ സോഫ്റ്റ് ആവും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വിനെഗറാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഞാനെടുത്തിട്ടുള്ള ചെറുനാരങ്ങക്ക് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്ക് 3 ടേബിൾ സ്പൂൺ മതിയാവുന്നത്. നിങ്ങളുടെ എടുക്കുന്ന ചെറുനാരങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ വിനെഗർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മളിതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ശർക്കരയുടെ കഷ്ണമാണ്. സാധാരണ ചിലർ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, പക്ഷേ എനിക്ക് എപ്പോഴും നാരങ്ങാച്ചാറിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ശർക്കരയ്ക്ക് പകരമായിട്ട് നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ തീ ഓഫാക്കാം. ആ ശർക്കര ആ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായിക്കോളും. അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അച്ചാറാണ് ഇത്. 2-3 ദിവസം നമുക്ക് കഴിഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നാരങ്ങാച്ചാറൊന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ മൺചട്ടിയിലായതുകൊണ്ടാണ് തീ ഓഫാക്കിയതിന് ശേഷം ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് ഇതാവുന്നത്. ചൂടാറിയ ശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. എല്ലാവർക്കും ഈ നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. പലരും ഇതുപോലെയൊക്കെ തന്നെയാവും ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.